ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററികളെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. ബാറ്ററികൾ ഫാസ്റ്റ് ചാർജിങ്ങും അതല്ലാത്ത ബാറ്ററികളും ഉണ്ട്. ഫോണിൽ രണ്ട് തരത്തിൽ നമ്മൾ ബാറ്ററികളെ തരംതിരിക്കാം. ഫാസ്റ്റ് ചാർജിങ്ങിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളും ഫാസ്റ്റ് ചാർജിങ്ങിലല്ലാതെ നോർമൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററികളും. നോർമലായിട്ടുള്ള ബാറ്ററികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന നിങ്ങൾക്കറിയാം, ആ ബാറ്ററികളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരിക്കും. അതായത് നമ്മുടെ VBus വോൾട്ടേജ് എന്ന് നമ്മൾ വിളിക്കുന്ന USB-യിലെ വോൾട്ടേജ് കൊണ്ടായിരിക്കും അതൊക്കെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ഈ ചാർജറുകളുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 9 വോൾട്ട് മുതൽ 18 വോൾട്ട് വരെ വരാറുണ്ട്. അതിനനുസരിച്ച് ചാർജറിൽ മാത്രമല്ല മാറ്റമുള്ളത്, ബാറ്ററിയിലും മാറ്റമുണ്ട്. പിന്നെ ഈ ചാർജിങ്ങിൽ തന്നെ, ഫാസ്റ്റ് ചാർജിങ്ങിൽ തന്നെ പല പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രോട്ടോകോൾസിനെ കുറിച്ച് നമ്മളിവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല. PPS, PD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള പല ചാർജറുകളും വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ഹാൻഡ്സെറ്റിൽ നിന്ന് ചാർജറിലേക്ക് ഇൻഫർമേഷൻസ് അയക്കുന്നുണ്ട്. അതിന് തിരിച്ച് ചാർജർ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് 5 വോൾട്ട് വേണോ, 9 വോൾട്ട് വേണോ, 12 വോൾട്ട് വേണോ, എത്ര വോൾട്ടിൽ ചാർജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഹാൻഡ്സെറ്റാണ്. ഈ രീതിയിലുള്ള കുറേ പ്രോട്ടോകോൾസ് ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബാറ്ററികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഓരോ ഹാൻഡ്സെറ്റുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഹാൻഡ്സെറ്റുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൽ നമ്മളെ നോർമലായിട്ടുള്ള നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ബാറ്ററികൾ, പ്രത്യേകിച്ചും എടുത്തു മാറ്റാൻ പറ്റുന്ന ബാറ്ററികൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയയുടെയൊക്കെ കാലം തൊട്ടേ ഉള്ളതാണ്. ഒരു 1000-1200 mAh ചെറിയ ചെറിയ ബാറ്ററികൾ. അതിലൊക്കെ സിംഗിൾ കണക്ടർ, ഒറ്റ കണക്ടറേ ഉണ്ടായിരിക്കുള്ളൂ, ഒറ്റ കണക്ടർ. പക്ഷേ ഇപ്പോൾ ഉള്ള ടെക്നീഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹാൻഡ്സെറ്റുകൾ അഴിച്ചു നോക്കുന്ന സമയത്ത് 2 കണക്ടറുള്ള ബാറ്ററികൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ കണക്ടറുള്ള ബാറ്ററികളും കാണാറുണ്ട്. പക്ഷേ ഈ സിംഗിൾ കണക്ടറുള്ള ബാറ്ററികൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാറ്ററി അല്ല, 2 ബാറ്ററി ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി എന്ന് വിളിക്കുന്നത് തന്നെ ശരിയല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ, സെല്ല് എന്ന് തന്നെ വിളിക്കണം. പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫാസ്റ്റ് ചാർജിങ് വന്നപ്പോഴാണ് ബാറ്ററി എന്നുള്ള വിളി ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയത്. കാരണം ഇപ്പോൾ ഉള്ള പല ഫാസ്റ്റ് ചാർജിങ് ഹാൻഡ്സെറ്റുകളിലും 2 സെല്ല് ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് തന്നെ വിളിക്കാവുന്ന കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് നമുക്ക് വരാം. സിംഗിൾ സെല്ല് ഉപയോഗിച്ചിട്ടുള്ള സാധാരണ നോർമൽ ചാർജിങ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ സിംഗിൾ സെല്ല്, അതുപോലെ ഡ്യുവൽ സെല്ല്, ഇങ്ങനെ 2 ടൈപ്പ് ബാറ്ററികൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പഴയ എന്താ പറയുക, ചില കളിപ്പാട്ടങ്ങളിലോ അതിലൊക്കെ എടുത്ത് പോയിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ, എന്നിട്ട് ഒരൊറ്റ കണക്ടർ വരും പുറത്തേക്ക്. ഇതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇപ്പോൾ ഹാൻഡ്സെറ്റിൽ ബാറ്ററികൾ വരുന്നുണ്ട്. ഇപ്പോൾ 2 സെല്ല് വരുന്ന ഒരു ബാറ്ററിയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു സിംഗിൾ കണക്ടറേ ഉള്ളൂ. എന്നാൽ ഇത് സിംഗിൾ സെല്ലാണ്. ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി, 2 സെല്ലില്ല, സിംഗിൾ സെല്ലാണ്, പക്ഷേ 2 കണക്ടറുണ്ട്. ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകുന്നതിന് മുന്നേ ഈ ഡബിൾ കണക്ടർ എന്താണെന്ന് ജസ്റ്റ് പറയാം. ഇതും ചാർജിങ്ങിലെ ഒരു മെത്തേഡാണ്. സിംഗിൾ സെൽ ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റുകളിൽ ഡബിൾ കണക്ടർ വരുമ്പം അതിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 2 വ്യത്യസ്ത DC to DC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട്, ഒരെണ്ണം മാസ്റ്ററും ഒരെണ്ണം സ്ലേവും ആയിട്ട് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് മാസ്റ്ററും ഒന്ന് സ്ലേവും. ഇതിലൂടെയും ചാർജിങ് നടക്കുന്നുണ്ട്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഹാൻഡ്സെറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ മാസ്റ്റർ കണക്ടർ മാത്രം കണക്ട് ചെയ്തിട്ട് ഹാൻഡ്സെറ്റ് ഓൺ ആക്കാൻ ശ്രമിക്കുക. ഹാൻഡ്സെറ്റ് ഓൺ ആവും, വർക്ക് ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ചാർജർ കണക്ട് ചെയ്താൽ ചാർജിങ് എടുക്കും, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കില്ല, നോർമലായിട്ടുള്ള ചാർജിങ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ ചാർജറിൽ നിന്ന് 5 വോൾട്ട് തന്നെ വരുന്നുണ്ടാവുള്ളൂ. ഇനി ഇതിൽ ഈ കണക്ടറും കൂടി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇത് ഊരിയിട്ടിട്ട് ഇത് മാത്രം കണക്ട് ചെയ്ത് ഓണാക്കാൻ നോക്കിയാൽ ഹാൻഡ്സെറ്റ് ഓൺ ആവില്ല. അതിങ്ങനെ ജസ്റ്റ് ലോഗോ കാണിച്ചിട്ട് പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഇതാണ് ഈ സിംഗിൾ സെല്ലിൻ്റെ ഒരു രീതി. ഇതിൽ ചാർജ് ചെയ്യുന്നത് 2 പാത്തിലൂടെയാണ്. അതാണ് തോന്നുന്നത്. ഇതൊന്ന് മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റിലാണ് ഉള്ളതെന്ന് പറയാനുള്ള കാരണം അതാണ്. 2 DC to DC കൺവേർട്ടർ ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് 2 സെല്ലുകൾ, അതായത് സാധാരണ രീതിയിൽ ഈ സിംഗിൾ സെൽ ബാറ്ററികളുടെ വോൾട്ടേജ് 4.48 വോൾട്ടേജ് മാക്സിമം വോൾട്ട് വരത്തക്ക രീതിയിലായിരിക്കും ഈ സിംഗിൾ സെല്ല് ബാറ്ററികൾ ഉണ്ടായിരിക്കുക. അതിൻ്റെ മിനിമം 3.8 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഈ 4.48 ബാറ്ററികൾ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ഔട്ട് തരുന്ന രീതിയിൽ. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു 2 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് ഇൻക്രീസ് ആവുക ചെയ്യുക, ഡബിൾ ആവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 8.9 വോൾട്ട് വരും. അപ്രോക്സിമേറ്റ്ലി 9 വോൾട്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് അപ്രോക്സിമേറ്റ്ലി 4.5 ആണെന്നും പറയാം. അപ്പോൾ ഈ 9 വോൾട്ട് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ഒരു ലിസ്റ്റാണ്. അതായത് നമ്മൾ നിലവിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മോഡലുകളെ ഒന്ന് എടുത്തിട്ടൊന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ ചാർജിങ് പവർ താഴേക്ക് വരുന്നതായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഈ താഴേക്ക് വരുമ്പോഴായിരിക്കും സിംഗിൾ സെല്ല് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ഡ്യുവൽ സെല്ല് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കാം. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ സെല്ല് ബാറ്ററികൾ ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു ചാർജിങ് പവർ 200 വാട്ട്സ്, ഒരു 200 വാട്ട്സ് ചാർജിങ് പവർ ഉള്ള ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം 18 വോൾട്ടൊക്കെ ഉണ്ടാവും. ഈ 18 വോൾട്ടുള്ള ഒരു ചാർജർ ഈ വെറും ഈ സിംഗിൾ സെല്ലാകുമ്പോൾ അറിയാലോ, വോൾട്ടേജ് എന്ന് പറയുന്നത് 4.5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 18 വോൾട്ടിൻ്റെയും ഈ 4.5 വോൾട്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്, അത് വളരെ വലിയൊരു ഡിഫറൻസ്, വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഇത് ഹാൻഡ്സെറ്റ് ഇത് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും ചാർജിങ്ങിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു കൺസെപ്റ്റ് പല കമ്പനികളും ഫോളോ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഐഫോണിലൊന്നും ഡ്യുവൽ സെല്ല് ഒരു കാലത്ത് ഉപയോഗിച്ചു, ഒരു സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സിംഗിൾ സെല്ലുകൾ പരമാവധി ഒരു 120 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 80 വാട്ട്സ്, അതിൻ്റെ മേലേക്കുള്ള ഫോണുകൾ മുഴുവൻ ഡബിൾ സെല്ല് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടാണ് കാണാം. സംഭവം സിമ്പിളാണ്. ഉയർന്ന വോൾട്ടേജ് റേറ്റുള്ള ചാർജർ ഉപയോഗിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം, ബാറ്ററിയുടെ വോൾട്ടേജും ചാർജറിൻ്റെ വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞിരിക്കാൻ ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി 2 സെല്ല് വരുമ്പോൾ 9 വോൾട്ട് ആകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അവിടെ കുറഞ്ഞില്ലേ? ഇതാണ് അവിടുത്തെ. അപ്പോൾ അങ്ങനെ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ 200 വാട്ട്സിൻ്റെ ഒരു പവറുള്ള ഒരു ചാർജർ ഇത് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കുമല്ലോ, ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ് കുറഞ്ഞിരിക്കണം. പക്ഷെ അവിടെ എന്ത് കൂടേണ്ടി വരും? പവർ കൂടണമെങ്കിൽ കറണ്ട് കൂടേണ്ടി വരും. അപ്പം ഹ്യൂജ് ആംബിയർ അതിൻ്റെ അകത്തോട്ട് കൊടുക്കേണ്ടി വരും. 12, 13 അതിൻ്റെയൊക്കെ മേലേക്ക് പോകും. 24 ആംബിയറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരുപാട് പ്രോബ്ലംസ് അതുകൊണ്ടുണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ചിലപ്പം ബേൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സിംഗിൾ സെല്ലിൽ നല്ല പവറിൽ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഡ്യുവൽ സെല്ല് ഉപയോഗിച്ച് 9 വോൾട്ട് ആക്കും. 9 വോൾട്ട് ആക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഒരു 24 ആംബിയർ സിംഗിൾ സെല്ല് ഉപയോഗിച്ചാൽ ഒഴുകേണ്ടടുത്ത് ഡ്യുവൽ സെല്ല് ഉപയോഗിക്കുമ്പോൾ അത് 12 ആംബിയർ ആയിട്ട് കുറയും. കാരണം അവിടെ വോൾട്ടേജ് കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് കൂട്ടുമ്പം പവർ സെയിം ആവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം. പിന്നെ സിംഗിൾ സെല്ല് എന്ന് പറയുന്നതും ഡ്യുവൽ സെല്ല് എന്ന് പറയുന്നതിലുള്ള കുറേ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്യുവൽ സെല്ല് ഉപയോഗിക്കുമ്പം അതേ സ്ഥാനത്ത് അതേ സ്പേസിൽ സിംഗിൾ സെല്ല് വെക്കുമ്പോഴും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സെല്ലിനായിരിക്കും ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതലുണ്ടാവും. ഒരു 8% ബാക്കപ്പ് കൂടുതൽ സിംഗിൾ സെല്ല് ഉപയോഗിച്ചാലുണ്ടാവും. ഇതിൽ കുറേ സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഡബിൾ സെല്ല് ഉപയോഗിക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ 2 ബാറ്ററിയിൽ ഏതെങ്കിലും ഒരു ബാറ്ററി ഡാമേജ് ആയാൽ പോലും രണ്ടും മാറ്റേണ്ട ഒരു അവസ്ഥ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം ഇത് രണ്ടും കൂടി ഒറ്റ പാക്കായിട്ടാണ് വരുന്നത്. നമ്മളാരും തന്നെ ബാറ്ററി പൊളിച്ച് റിപ്പയർ ചെയ്ത് ചെയ്യാറുമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് ഡാമേജ് ആയാൽ തന്നെ രണ്ടും കൂടി മാറ്റേണ്ട അവസ്ഥ വരികയാണ്. സിംഗിൾ സെല്ലാകുമ്പോൾ അത്ര വരില്ല. പിന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുന്ന സപ്ലൈയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇത് 2 ഉണ്ടാകുമ്പോൾ ഒന്ന് വീക്കായാൽ തന്നെ ഇതിൻ്റെ ഔട്ട്, ഒന്ന് ചെറുതായിട്ട് വീക്കായാൽ തന്നെ ഇതിൻ്റെ ഔട്ട് മോശമാവും, കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ കിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐഫോണും പോലുള്ള ഫോണുകളിലൊക്കെ അവർ തിരിച്ച് സിംഗിൾ സെല്ല് തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ ഹ്യൂജ് ഫാസ്റ്റ് ചാർജിങ് തരാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അവർ കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് നോക്കുമ്പോൾ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് മാറ്റി നിർത്തി കഴിഞ്ഞാലും ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി, അതുപോലെ തന്നെ ഇത് ബാറ്ററിയുടെ ലൈഫ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സിംഗിൾ സെല്ലാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത്. ഇപ്പം സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ഫാസ്റ്റ് ചാർജിങ് അവർ തരാത്തതിൻ്റെ റീസണും അതുകൊണ്ടാണ്. കൂടുതലായിട്ടും ഈ ഒപ്പോ, വിവോ, റിയൽമി പോലുള്ള കമ്പനികളാണ് ഈ ഡ്യുവൽ സെല്ല് വെച്ചിട്ട് നല്ല ഹൈ പവർ ഫാസ്റ്റ് ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും സേഫ്റ്റി അവരുടെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഡ്യുവൽ സെല്ല് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു ബാറ്ററിക്ക് തന്നെ ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അത് ടോട്ടൽ ബാറ്ററിയുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ട് ഡ്യുവൽ സെല്ല് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് സിംഗിൾ സെല്ല് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും പാരലലായിട്ട് പോകും തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മനസ്സിലാവുന്നത്. പക്ഷേ പരമാവധി പവർ 80 വാട്ട്സ് 100 വാട്ട്സ് അതിൻ്റെ അപ്പുറത്തേക്ക് സിംഗിൾ സെല്ലിന് തരാൻ പറ്റില്ല.